ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേരിയസ് ഡ്രൈവർ, പോലീസ്, ഫയർഫോഴ്സ് മുതലായിട്ടുള്ള വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിരിക്കുന്ന ഡ്രൈവർ എക്സാമിൻ്റെ ഡ്രൈവിംഗ് പാർട്ട്, വെഹിക്കിളും ആയിട്ട് ബന്ധപ്പെട്ട ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. 25 ക്വസ്റ്റ്യൻസോളം. ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു 25 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലുള്ള 25 ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാവരും പഠിച്ചെന്നും നോട്ട് എഴുതിയെടുത്തു എന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരു 25 ക്വസ്റ്റ്യൻ കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഹൃദയമായി അറിയപ്പെടുന്നത് എന്തെന്നാണ്. അപ്പോൾ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഹൃദയമായി അറിയപ്പെടുന്നത് മാസ്റ്റർ സിലിണ്ടറാണ്. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഹൃദയമായി അറിയപ്പെടുന്നത് മാസ്റ്റർ സിലിണ്ടറാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഫൈനൽ ഡ്രൈവിൻ്റെ ധർമ്മം എന്ത്? ഫൈനൽ ഡ്രൈവിൻ്റെ ധർമ്മം എന്ത്? അപ്പോൾ ഫൈനൽ ഡ്രൈവ് നമ്മുടെ വാഹനങ്ങളിൽ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഉത്തരം സ്ഥിരമായി വേഗത കുറയ്ക്കുകയും ഡ്രൈവ് 90 ഡിഗ്രിയിൽ തിരിക്കുകയും ചെയ്യുക. അപ്പോൾ ഫൈനൽ ഡ്രൈവിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി വേഗത കുറയ്ക്കുക, വണ്ടിയുടെ ഒക്കെ വേഗത കുറയ്ക്കുകയും സ്ഥിരമായി വേഗത കുറയ്ക്കുകയും ഡ്രൈവ് 90 ഡിഗ്രിയിൽ തിരിക്കുകയും ചെയ്യുകയാണ് ഈ പറയുന്ന ഫൈനൽ ഡ്രൈവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, ഫൈനൽ ഡ്രൈവിൻ്റെ ഘടകങ്ങൾ ഏവ? അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ആയിരിക്കും ചോദിച്ചിട്ടുള്ളത്. അപ്പം ഫൈനൽ ഡ്രൈവിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെവൽ പിനിയനും ക്രൗൺ വീലുമാണ്. ബെവൽ പിനിയനും ക്രൗൺ വീലും. ബെവൽ പിനിയൻ അതേപോലെ തന്നെ ക്രൗൺ വീലുമാണ് ഫൈനൽ ഡ്രൈവിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പാർട്സ് എന്ന് നമുക്ക് പറയാം. മറ്റൊരു ക്വസ്റ്റ്യൻ, വാഹനത്തിൻ്റെ വീലുകൾക്ക് ഡൈനാമിക് ബാലൻസ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. വാഹനത്തിൻ്റെ വീലുകൾക്ക് ഡൈനാമിക് ബാലൻസ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീൽ വോബ്ലിംഗ് സംഭവിക്കും. വോബ്ലിംഗ്, WOBBLING എന്ന് പറയാം. വീൽ വോബ്ലിംഗ് ആകും എന്ന് പറഞ്ഞാൽ ഈ വീല് കോട്ടം സംഭവിക്കുക അതുപോലുള്ളൊരു സംഭവമായിരിക്കണം. വീൽ വോബ്ലിംഗ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകും. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെയൊക്കെ എന്താണ് വീലുകൾക്ക് ഡൈനാമിക് ബാലൻസ് ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ, കാമ്പർ പോസിറ്റീവ് ആണെങ്കിൽ വീലിൻ്റെ മുകൾ ഭാഗം പുറത്തേക്ക് നിൽക്കും. അപ്പോൾ കാമ്പർ പോസിറ്റീവ് ആണെങ്കിൽ നമുക്കത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നായിരിക്കും. അപ്പം കാമ്പർ പോസിറ്റീവ് ആണെങ്കിൽ വാഹനങ്ങളുടെ വീലിൻ്റെ മുകൾ ഭാഗം എന്താണ്, പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പോൾ പുറത്തേക്ക് വാഹനങ്ങളുടെ വീലിൻ്റെ മുകൾ ഭാഗം തള്ളി നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് കാമ്പർ പോസിറ്റീവായിട്ട് നിൽക്കുകയാണെന്ന്. മറ്റൊരു ക്വസ്റ്റ്യൻ, പോസിറ്റീവ് കാമ്പർ ഉണ്ടെങ്കിൽ ടയറിന് എന്തോ സംഭവിക്കും. അപ്പോൾ പോസിറ്റീവ് കാമ്പർ ഉണ്ടെങ്കിൽ ടയറിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടയറിൻ്റെ ഔട്ടർ അമിതമായി തേയും. അപ്പോൾ പോസിറ്റീവ് കാമ്പർ ഉണ്ടെങ്കിൽ ടയറിൻ്റെ ഔട്ടർ അമിതമായി തേയും. അതേപോലെ കാമ്പർ പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്, വീലിൻ്റെ മുകൾ ഭാഗം പുറത്തേക്ക് നിൽക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ, ഹെവി പാസഞ്ചർ വാഹനങ്ങളുടെ വേഗത സിറ്റിയിൽ എത്രയാണ് എന്നാണ്. മുമ്പ് ഇത് 40 km/h ആയിരുന്നു. ഇപ്പോൾ ഇത് 50 km/h ആണ്. അപ്പോൾ ഹെവി പാസഞ്ചർ വാഹനങ്ങളുടെ വേഗത സിറ്റിയിൽ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ 50 km/h ആണ് ഹെവി വാഹനങ്ങളുടെ സിറ്റിയിലുള്ള വേഗത. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, ടോറസ് വെഹിക്കിളിൻ്റെ GVW എത്രയാണ്? GVW. അപ്പോൾ ഈ GVW എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് 25,000 കിലോഗ്രാമാണ് കേട്ടോ. 25,000 കിലോഗ്രാമാണ്. അപ്പോൾ ഈ GVW എന്താണെന്നൊരു ഡൗട്ട് വരും. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ് GVW. അതേപോലെ തന്നെ ഈ GVW തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം എഴുതാനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നാണ് ഈ പറയുന്ന GVWയുടെ ഫുൾ ഫോം. അപ്പോൾ GVWൻ്റെ ഫുൾ ഫോമാണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഒരു ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 39 ആണെങ്കിൽ, അപ്പോൾ ഒരു ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 39 ആണെങ്കിൽ എത്ര പേരെ കൂടി നിർത്തിക്കൊണ്ടു പോകാമെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 39 ആണെങ്കിൽ എത്ര പേരെ കൂടി നിർത്തിക്കൊണ്ടു പോകാം എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ എടുക്കേണ്ടത് സീറ്റിംഗ് കപ്പാസിറ്റിയുടെ 25% എന്നാണ് കേട്ടോ. അപ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റിയുടെ 25%. ചിലപ്പോൾ അതൊരു മാത്സ് കണക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഒരു കണക്ക് പോലെയൊക്കെ ചോദിക്കാം. ഈ 39 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ബസ്സിൽ എത്ര പേരെ കൂടി കൊണ്ടുപോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 25%. ദാറ്റ് മീൻസ് 39 × 25/100 എന്ന് കിട്ടും. എന്താണ് 39 × 1/4 എന്നെടുക്കാം നമുക്ക്. അത് ചെയ്തു വരാൻ നേരത്ത് 8.75 എന്ന് കിട്ടും. ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 9 പേരെയൊക്കെ ആയിരിക്കാം ഈ സീറ്റിംഗ് കപ്പാസിറ്റി 39 ബസ്സിൽ നിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നത്.
ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, PSI എന്നാൽ എന്താണ്? PSI, അപ്പോൾ എയർ പ്രഷർ അളക്കുന്നതിനുള്ള യൂണിറ്റാണ് PSI. അതിൻ്റെ ഫുൾ ഫോം ഒന്ന് മനസ്സിലാക്കി വെക്കണം. പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ചസ് എന്നാണ്. പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ചസ് ആണ് PSI. പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ചസ് ആണ് PSI. അപ്പോൾ എയർ പ്രഷർ അളക്കുന്നതിനുള്ള യൂണിറ്റാണ് PSI. വാഹനങ്ങളിലൊക്കെ ഉള്ള എയർ പ്രഷർ അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണ് PSI. ഗൈസ്, ഇനി നമുക്ക് കുറച്ച് പിഴകൾ, പെനാലിറ്റീസ്, പെറ്റി ഇതൊക്കെ നോക്കാം. വിത്തൗട്ട് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ഡ്രൈവർക്ക് 5000 രൂപയാണ് പെനാൽറ്റി അല്ലെങ്കിൽ പെറ്റി ആയിട്ട് കൊടുക്കേണ്ടത്. അതേസമയം ഈ പറയുന്ന ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർക്ക് വാഹനം ഓടിക്കാൻ നൽകിയ ഓണർക്കും 5000 രൂപയാണ് പിഴയായിട്ട് ഈടാക്കുന്നത്. അതേപോലെ വാലിഡിറ്റി ഇല്ലാത്ത ലൈസൻസിനാണെങ്കിലും 5000 രൂപയാണ് നമ്മൾ പെറ്റി അല്ലെങ്കിൽ പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ ലൈസൻസൊക്കെ വാലിഡ് ആണോ എന്നൊക്കെ നോക്കി അതുപോലെ കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഫൈൻസും കാര്യങ്ങളും ഒക്കെ വരും. ഇനി കുറച്ച് സെക്ഷൻസ് നമുക്ക് നോക്കാം. സെക്ഷൻസ് 181 അതേപോലെ 180 എന്നാണ് നാം നോക്കാറുള്ളത്. സെക്ഷൻസ് 181, 180 MV ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതായത് മോട്ടോർ വെഹിക്കിൾസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സെക്ഷൻസ് 181, 180 നമുക്ക് നോക്കാറുള്ളത്. 181 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർക്ക് കൊടുക്കുന്ന പെനാൽറ്റി അല്ലെങ്കിൽ പെറ്റിയാണ് ഈ പറയുന്ന 181 ആ ഒരു സെക്ഷനിലാണ് പറഞ്ഞേക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ഈ പറയുന്ന വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലൈസൻസ് എടുക്കാനുള്ള ആ ഒരു നിർദ്ദിഷ്ടമായിട്ടുള്ള ആ ഒരു പ്രായം അല്ലേ, ആ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു 18 വയസ്സ് എന്ന് പറയുന്ന ഒരു ഏജ് നമുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്രായമായിട്ടില്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടുന്നത് സെക്ഷൻസാണ് ഈ പറയുന്ന 181. അതേസമയം 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിൽ ലൈസൻസ് വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഇല്ലാത്ത ഒരാളോ അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള റൂൾസ് പ്രകാരം ലൈസൻസ് എടുക്കാനുള്ള പ്രായമായിട്ടില്ലാത്തൊരു വ്യക്തിക്കോ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊക്കെ ആകാം. അപ്പോൾ അവർക്കോ ഈ ഒരു ഉടമസ്ഥൻ അയാളുടെ അറിവോടുകൂടി അയാൾ ഈ പറയുന്ന വാഹനം ഓടിക്കാൻ നൽകുകയാണ് എങ്കിൽ അയാൾക്ക് ഫൈൻ കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് 180. ഇപ്പോൾ 2 സെക്ഷൻസാണ് നമ്മൾ പറഞ്ഞത്. 181 ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർക്ക് പെറ്റി അല്ലെങ്കിൽ പെനാൽറ്റി അല്ലെങ്കിൽ ഫൈൻ കൊടുക്കുന്ന സെക്ഷനാണ് 181. അതിപ്പോൾ വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഇല്ലാത്തതാകാം, അല്ലെങ്കിൽ എന്താണ് ലൈസൻസ് കിട്ടാനുള്ള പ്രായമാകാത്തതും ആകാം. അതേപോലെ 180 എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഓണറിന് കിട്ടുന്ന പെനാൽറ്റി പെറ്റി. അതായത് ഈ പറയുന്ന പ്രായപൂർത്തിയാകാത്ത ആൾക്ക് വാഹനം ഓടിക്കാൻ കൊടുക്കുക, അതേപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വാഹനം ഓടിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 180 എന്ന് പറയുന്ന MV ആക്ടിലെ സെക്ഷൻ പ്രകാരമാണ് ഓണറിന് പെനാൽറ്റി കിട്ടുന്നത്. ഇനി 18 വയസ്സ് തികയാതെ വാഹനം ഓടിച്ചാൽ പിഴ എത്ര രൂപയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 5000 രൂപയാണ് 18 വയസ്സ് തികയാതെ വാഹനം ഓടിച്ചാലുള്ള പിഴ. അപ്പോൾ 18 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ അനുവാദം നൽകുന്ന അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ നൽകുന്ന മാതാപിതാക്കൾക്ക്, പാരൻസിന്, രക്ഷിതാക്കൾക്ക് ഉള്ള പെനാൽറ്റി അല്ലെങ്കിൽ പെറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25,000 രൂപയാണ്. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ, സെക്ഷൻ 181 എന്താണെന്നാണ്. നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. 18 വയസ്സ് തികയാതെയുള്ള ഡ്രൈവിങ്, അതേപോലെ തന്നെ എന്താണ് വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവിങ്, ഇത് രണ്ടുമാണ് സെക്ഷൻ 181 വരുന്നത്. ഇനി സെക്ഷൻ 199A 18 വയസ്സ് തികയാതെയുള്ള വാഹനം ഓടിച്ചയാളിൻ്റെ മാതാപിതാക്കൾക്ക് നൽകുന്ന പിഴ എന്നാണ്. 18 വയസ്സ് തികയാതെയുള്ള വാഹനം ഓടിച്ചയാളിൻ്റെ മാതാപിതാക്കൾക്ക് നൽകുന്ന പിഴയാണ് ഈ പറയുന്ന 199A. അപ്പോൾ 18 വയസ്സ് തികയാതെയുള്ള കുട്ടികളൊക്കെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് നൽകുന്ന പിഴയാണ് സെക്ഷൻ 199A പറഞ്ഞേക്കുന്നത്. അതായത് സെക്ഷൻ 199A MV ആക്ടിൽ പ്രകാരമാണ് നമ്മൾ എത്ര രൂപ ഫൈൻ ചെയ്യുന്നത്? 25,000 രൂപ മാതാപിതാക്കൾക്ക് ഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ലൈസൻസ് ഇല്ലാതെ കുട്ടി വാഹനം ഓടിക്കാൻ നേരത്ത് കുട്ടിക്ക് നൽകുന്ന ഫൈൻ എത്ര രൂപയാണ്? അത് 5,000 രൂപയാണ്. അത് സെക്ഷൻ 181 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 181 ഏതൊക്കെ പറയുന്നത്? 18 വയസ്സ് തികയാതെയുള്ള ഡ്രൈവിങ്ങിനെ കുറിച്ചും പറയുന്നത്, അതേപോലെ തന്നെ എന്താണ് വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഇല്ലാത്ത വാഹനം ഓടിക്കലിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 181 എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അത് പ്രകാരം കുട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഇല്ലാത്ത ആൾ അടയ്ക്കേണ്ട ഫൈൻ എത്ര രൂപയാണ്? 5,000 രൂപയാണെന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഇനി
ലൈസൻസ് റദ്ദാക്കുകയോ നിരസിക്കുകയോ ചെയ്യപ്പെട്ട വ്യക്തി വീണ്ടും വാഹനം ഓടിച്ചാൽ ലഭിക്കുന്ന പിഴ. അപ്പോൾ ലൈസൻസ് ഒന്നുകിൽ റദ്ദാക്കും, അതായത് ക്യാൻസൽ ചെയ്യും. നമ്മൾ ഈ അടുത്തായിട്ട് ഒരുപാട് വാർത്തകളിലൊക്കെ കേൾക്കുന്ന ഒരു സംഭവമാണ് ലൈസൻസ് റദ്ദാക്കുക എന്നുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ. മുമ്പൊന്നും നമ്മൾ ഇത്തരത്തിലുള്ളൊരു സംഭവം കേട്ടിട്ടേ ഇല്ല. ഈ അടുത്ത് ഒരുപാട് കേൾക്കുന്നുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ റാഷ് ഡ്രൈവിങ്ങും കാര്യങ്ങൾക്കൊക്കെ ലൈസൻസ് റദ്ദാക്കുന്നത് നമ്മൾ ഈ അടുത്ത് വളരെയധികം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ ലൈസൻസ് റദ്ദാക്കുകയോ നിരസിക്കുകയോ ചെയ്യപ്പെട്ട വ്യക്തി വീണ്ടും വാഹനം ഓടിച്ചാൽ ലഭിക്കുന്ന പിഴ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 10,000 രൂപയാണ് കേട്ടോ. സെക്ഷൻ 182 പ്രകാരമാണ് 10,000 രൂപ ഫൈനായിട്ട് ഈടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ സെക്ഷൻ 180 പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഓണറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 181 ആകുമ്പോൾ ലൈസൻസ് വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾ വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഇല്ലാത്ത വ്യക്തികൾ വാഹനം ഓടിക്കുകയോ പ്രായപൂർത്തിയാകാത്തവരൊക്കെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സെക്ഷൻ 181 80 ഓണറാണ്. ഇനി നമ്മൾ പറഞ്ഞു 199 എന്ന് പറയാൻ നേരത്ത് 18 വയസ്സ് തികയാതെയുള്ള വാഹനം ഓടിച്ചയാളുടെ മാതാപിതാക്കൾക്ക് നൽകുന്ന ഫൈനാണ്. 199A പ്രകാരമാണ് എത്ര നൽകുന്നത്? 25,000 രൂപ നൽകുന്നത്. അതേപോലെ തന്നെ ലൈസൻസ് റദ്ദാക്കുകയോ നിരസിക്കുകയോ ചെയ്ത ഒരാൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നതാണ് 10,000 രൂപ പിഴയാണ്. അത് സെക്ഷൻ 182 പ്രകാരമാണ് കൊടുക്കുന്നത്. ഇനി ലൈസൻസ് ഹാജരാകാതെ ഇരുന്നാൽ ആദ്യ തവണ പിഴ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈസൻസ് ഹാജരാകാതെ ഇരുന്നാൽ ആദ്യ തവണ 5,000 രൂപയാണ് പിഴ, 500 രൂപയാണ് പിഴ. ആവർത്തിക്കുമ്പോൾ 1,500 രൂപയാണ് പിഴ. ഓക്കെ, അപ്പോൾ ലൈസൻസ് ഹാജരാകാതെ ഇരുന്നാൽ ആദ്യ തവണ പിഴ 500 രൂപ. ലൈസൻസ് ഹാജരാക്കാതെ ഇരുന്നാൽ ആദ്യ തവണ പിഴ 500 രൂപയാണ്. അത് ആവർത്തിക്കുമ്പോൾ 1,500 രൂപയാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസേഴ്സ് നമ്മളോട് നമ്മുടെ ലൈസൻസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയാൻ നേരത്ത് നമ്മൾ അത് സബ്മിറ്റ് ഹാജരാക്കാതെ ഇരുന്നാൽ ആദ്യ തവണ പിഴ 500 രൂപയും ആവർത്തിക്കുമ്പോൾ 1,500 രൂപയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട MV സെക്ഷൻ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൻ്റെ സെക്ഷൻ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിയമം 177 സെക്ഷൻ 177 പ്രകാരമാണ് ലൈസൻസ് ഹാജരാക്കാതെ ഇരുന്നാൽ ആദ്യ തവണ പിഴ 500 രൂപയും ആവർത്തിച്ചാൽ 1,500 രൂപയും പിഴയായിട്ട് ഈടാക്കുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, കണ്ടക്ടർ ലൈസൻസ് ഇല്ലാതെ പിടിക്കപ്പെട്ടാൽ. അപ്പം നമുക്കറിയാം ബസ്സിലൊക്കെ നമ്മൾ ഡ്രൈവറിന് മാത്രമല്ല ലൈസൻസ് ഉള്ളത്, ബസ്സുകളിൽ കണ്ടക്ടറിനും വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് വേണം. അപ്പോൾ ഇത്തരത്തിൽ കണ്ടക്ടർ ലൈസൻസ് ഇല്ലാതെയുള്ള ഒരു വ്യക്തിയെ പിടികൂടുകയാണെങ്കിൽ ആദ്യ തവണ 500 രൂപയാണ് പിഴ, ആവർത്തിക്കുമ്പോൾ പിഴ അത് 1,500 മാറുന്നു. അതും സെക്ഷൻ 177 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യ തവണ കണ്ടക്ടർ ലൈസൻസ് ഇല്ലാതെ പിടിക്കപ്പെട്ടാലും ആദ്യ തവണ 500 രൂപയും ആവർത്തിക്കുമ്പോൾ 1,500 രൂപയാണ് പിഴ. ഇതും സെക്ഷൻ 177 പറയുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്ത ആൾ ഉണ്ടെന്ന അവകാശത്തോടെ പിടിക്കപ്പെട്ടാൽ. അപ്പോൾ ഒരാൾക്ക് യഥാർത്ഥത്തിൽ കണ്ടക്ടർ ലൈസൻസ് ഇല്ല, എന്നാൽ അയാൾ എല്ലാവരോടും അയാൾക്ക് കണ്ടക്ടർ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും വിചാരിക്കുന്നത് ഇയാൾക്ക് കണ്ടക്ടർ ലൈസൻസ് ഉണ്ടെന്നാണ്. അപ്പം പോലീസോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ MVDയോ ഒക്കെ ഇയാളെ ലൈസൻസ് ഇല്ല എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കി പിടിച്ചു കഴിഞ്ഞാലുള്ള പിഴയാണ് 10,000 രൂപ. നിയമം 182 ക്ലോസ് 2 സെക്ഷൻ, അതായത് 182(2) എന്നുള്ളൊരു സെക്ഷനിലാണ് ഈ പറയുന്നത്. അപ്പോൾ കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്ത ആൾ ഉണ്ടെന്ന അവകാശത്തോടെ പിടിക്കപ്പെട്ടാൽ പിഴ 10,000 രൂപയാണ്. നിയമം 182 സബ് ക്ലോസിലായിട്ട് 2 അത്തരത്തിലൊരു സെക്ഷനാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനം നിരത്തിൽ ഓടിച്ചാൽ. നമ്മുടെ വാഹനങ്ങൾക്കൊക്കെ വാഹനം ഓടിക്കാൻ നേരത്ത് നമുക്കറിയാം രജിസ്ട്രേഷനും പെർമിറ്റും കാര്യങ്ങളും ഒക്കെ വേണം. വലിയ വാഹനങ്ങൾക്കൊക്കെ ആകുമ്പോൾ പെർമിറ്റും കാര്യങ്ങളും ഒക്കെ വേണം. അപ്പോൾ രജിസ്ട്രേഷൻ കൊച്ചു വാഹനങ്ങൾക്കൊക്കെ രജിസ്ട്രേഷൻ മാത്രം മതി. അതേപോലെ തന്നെ വേറെ കുറച്ച് പേപ്പേഴ്സൊക്കെ വേണം. അപ്പോൾ എന്തായാലും രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനം നിരത്തിൽ ഓടിച്ചാൽ ആദ്യ തവണ 5,000 രൂപയും ആവർത്തിച്ചാൽ 10,000 രൂപയുമാണ് ഫൈനായിട്ട് ഈടാക്കുന്നത്. റൂൾസ് 39 പ്രകാരമാണ് കേട്ടോ. അപ്പോൾ സെക്ഷൻ വരുന്നത് 192 സബ് ക്ലോസ് 1 വരുന്ന, അതായത് 192
ബ്രാക്കറ്റിൽ 1 എന്നുള്ളൊരു സെക്ഷനകത്താണ് വരുന്നത്. റൂള് 39-നകത്താണ് ഇത് വരുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനം നിരത്തിൽ ഓടിച്ചാൽ ആദ്യ തവണ 5000 രൂപയാണ്, ആവർത്തിച്ചാൽ 10000 രൂപയാണ്. ഇത് പറയുന്ന റൂൾസ് 39-ലാണ്. സെക്ഷൻ 192 ക്ലോസ് 1-നകത്താണ് പറയുന്നത്. ഇനി വ്യാജ നമ്പർ പതിക്കൽ, HSRP പ്ലേറ്റ് ഇല്ലാതെ ഇരിക്കൽ, ആദ്യ തവണ 5000 രൂപയാണ് പിഴ, ആവർത്തിച്ചാൽ 10000 രൂപയാണ്. അപ്പോൾ വ്യാജ നമ്പർ പ്ലേറ്റ് പതിക്കൽ അല്ലെങ്കിൽ HSRP പ്ലേറ്റ് ഇല്ലാതിരിക്കൽ. അപ്പോൾ എന്താണ് HSRP പ്ലേറ്റ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. HSRP പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് എന്നാണ് അർത്ഥം. HSRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ്. ചിലപ്പോൾ നമ്മളോട് ഫുൾ ഫോം ഒക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കി വെക്കണം. ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് എന്നാണ് HSRP പ്ലേറ്റ്. ഇപ്പം നമുക്കറിയാം ഒരു നമ്മുടെയൊക്കെ വാഹനത്തിലുള്ള ഒരു നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലെങ്തിലും ബ്രെഡ്ത്തിലും അതിനകത്തുള്ള ലെറ്റേഴ്സിനും ഒക്കെ എന്താണ് ഒരു കൃത്യമായിട്ടുള്ള ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ ഉണ്ട്. അതേപോലെയുള്ള നമ്പർ പ്ലേറ്റ്സാണ് ഇപ്പോൾ നമ്മൾ പതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നമ്പർ പ്ലേറ്റിനെ പറയുന്ന പേരുകളാണ് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് എന്ന് പറയുക, HSRP. അപ്പോൾ ഇതിന് പതിക്കാതെയുള്ള വാഹനം ഓടിച്ചു കഴിഞ്ഞാലുള്ള ആദ്യത്തെ തവണ ഉള്ള ഫൈനാണ് 5000 രൂപ, ആവർത്തിച്ചു കഴിഞ്ഞാൽ 10000 രൂപയാണ് അതിൻ്റെ ഒരു ഫൈൻ. അപ്പോൾ വ്യാജ നമ്പർ അതേപോലെ തന്നെ എന്താണ് HSRP പ്ലേറ്റ് ഇല്ലാതിരിക്കലിനാണ് 5000 രൂപ, ആവർത്തിച്ചു കഴിഞ്ഞാൽ 10000 രൂപയാണ് ഫൈൻ. അതേപോലെ ഇത് പറഞ്ഞിരിക്കുന്നത് റൂൾ 39 സെക്ഷൻ 192 ക്ലോസ് 1 തന്നെയാണ് ഇത് പറഞ്ഞേക്കുന്നത് കേട്ടോ. സെക്ഷൻ പറഞ്ഞിരിക്കുന്നത് 192 എന്താണ് ക്ലോസ് 1-നകത്ത് റൂൾ 39-നകത്താണ് ഇത് പറഞ്ഞേക്കുന്നത്. ഇനി പെർമിറ്റ് ഇല്ലാതെ വാഹനത്തിന് ഉള്ള ഫൈൻ എത്രയാണ്? പെർമിറ്റ് ഇല്ലാത്ത വാഹനത്തിന് ഓടിച്ചു കഴിഞ്ഞാൽ നിരത്തിലിറക്കി ഓടിച്ചു കഴിഞ്ഞാലുള്ള ഫൈൻ എത്രയാണ്? ആദ്യ തവണ 10000 രൂപയും ആദ്യ തവണ 10000 രൂപയാണ് അതിനൊരു ഫൈനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അത് റൂൾ 66 ക്ലോസ് 1, റൂൾ 66 ക്ലോസ് 1 സെക്ഷൻ ആകുമ്പോൾ 192 AC ക്ലോസ് 1 എന്നാണ് പറയുന്നത്. അപ്പോൾ പെർമിറ്റ് ഇല്ലാതെ നമ്മൾ വാഹനങ്ങൾ നിരത്തിൽ ഓടിച്ചാൽ ആദ്യ തവണ എന്താണ് ഫൈൻ? 10000 രൂപയാണ്. ഇത് പറഞ്ഞിരിക്കുന്ന റൂൾ എന്താണ്? 66 ക്ലോസ് 1-നകത്തും ഇത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ 192 AC ക്ലോസ് 1-നകത്തുമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, നമ്പർ പ്ലേറ്റ് നിർദ്ദിഷ്ട മാതൃകയിൽ അല്ലെങ്കിൽ ആദ്യ തവണ 500 രൂപയാണ് ഫൈൻ, ആവർത്തിച്ചാൽ 1500 രൂപയാണ് ഫൈൻ. അപ്പോൾ നമ്മളെ ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ലെങ്ത് ഉണ്ട്, അതേപോലെ തന്നെ ബ്രെഡ്ത്ത് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ലെറ്റേഴ്സിൻ്റെ ഒരു ലെങ്തും ബ്രെഡ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ചല്ലാതെ നമ്മൾ അപ്പോൾ എന്താണ് ഗവൺമെൻറ് നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു മാതൃക പറഞ്ഞിട്ടുണ്ട്. അത് പാലിക്കാതെ നമ്മൾ വാഹനത്തിലുള്ള നമ്പർ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ ആദ്യ തവണ 500 രൂപയാണ് ഫൈൻ, അത് വീണ്ടും ആവർത്തിച്ച് കഴിഞ്ഞാൽ 1500 രൂപയാണ് ഫൈൻ. ഇത് റൂൾ CR 50 ക്ലോസ് 1 എന്ന് പറയുന്നതിനകത്താണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ KR 363-നകത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സെക്ഷനായിട്ട് പറയുന്നത് 177-ലാണ്. അപ്പോൾ CR 50 ക്ലോസ് 1 KR 363. അതേപോലെ തന്നെ എന്താണ് സെക്ഷൻ 177-ലാണ് ഈ പറയുന്ന നമ്പർ പ്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും 25 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ഇത് പഠിച്ചു വച്ചതിന് ശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരിക. ഈ ക്ലാസ് കാണുന്നവർ, ഇതിന് മുന്നേ ഉള്ള ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ് കണ്ടതിന് ശേഷം ഇത് കാണുക. പിന്നെ എല്ലാവരും നോട്ട്സൊക്കെ തയ്യാറാക്കി പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. കാണുന്നവരൊക്കെയും കമൻറ്റ് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ പറയുന്നതിൽ മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം, തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. കാരണം നമ്മളാരും കമ്പ്യൂട്ടറൊന്നുമല്ല, അതുകൊണ്ട് തെറ്റുകൾ വരാം. അപ്പോൾ അതൊക്കെയും നിങ്ങൾ എന്താണ് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. അതൊക്കെയും തിരുത്താൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോഴും നിങ്ങൾ എല്ലാവരും ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.